വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഓക്കെ, അപ്പൊ നമ്മളൊരു ചെറിയൊരു വെക്കേഷൻ വേറെ എങ്ങുമല്ല, നമ്മുടെ ബ്രിഡ്ജ് വാട്ടറിന് ഒരു 4 hours സംതിങ് ഉള്ള ഒരു സ്ഥലത്തേക്കാണ്, PI പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മുടെ കാനഡയിലെ തന്നെ നമ്മുടെ പ്രോവിൻസസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ചെറിയ പ്രോവിൻസ് പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ്. ഏകദേശം 400 കിലോമീറ്റർ ആണ് നമുക്ക് ഇവിടെ നിന്നുള്ളത്. അമ്മു, നീ സാരം കാണുന്നുണ്ട് ഫ്രണ്ടില്? അത് പാലം, അത് കണ്ടോ? ഫസ്റ്റ് ടൈം അല്ലേ അമ്മ ഇവിടെ വരുന്നത്? ഞാൻ ഫസ്റ്റ് ടൈം ആട്ടാ. അതല്ലേ. അപ്പൊ നമ്മൾ ആക്ച്വലി ഇറങ്ങി രാവിലെ ഒരു 7 മണിയായപ്പോ ഇറങ്ങി. ഇപ്പതേ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ പോകുന്നതിന്റെ പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേക കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാനഡയിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ബ്രിഡ്ജസ് കൂടെ നമ്മൾ ക്രോസ് ചെയ്തിട്ട് നമുക്ക് ഈ ഐലൻഡിൽ പോകാനായിട്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്, അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ രാവിലെ 7 മണിയായപ്പോഴത്തേക്ക് നമ്മൾ അവിടുന്ന് 6 മണിക്ക് എയറോനെ കൊണ്ട് ഹോസ്റ്റലാക്കി. 7 മണിയായപ്പോ നമ്മൾ അവിടെ തിരിച്ച് സമയം 11 മണിയായി. ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മൾ PA എത്തും. അപ്പൊ ഈ ട്രിപ്പിന്റെ കുട്ടി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. എന്തായാലും വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആ കാണുന്ന ഒരു ബ്രിഡ്ജാടാ ഇതെന്ന് പറയുന്നത്. ദി കോൺഫെഡറേഷൻ ബ്രിഡ്ജ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് 12.9 കിലോമീറ്റർ, അതായത് 8 മൈൽസോളം നീളം വരുന്ന ബ്രിഡ്ജാ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ലോകത്തിലേക്കും ഏറ്റവും നീളം കൂടിയ ഫ്രോസൺ വാട്ടറിന് മേലോടുള്ള ബ്രിഡ്ജാണ്. അതായത് കാനഡയിൽ എന്ന് പറയുന്നത് നമുക്ക് വിന്റർ ആകുമ്പോഴത്തേക്ക് ഇത് വെള്ളം മൊത്തം ഫ്രീസ് ആവും. ഇത് ആക്ച്വലി കടൽ തന്നെയാണ്, ഇത് ഫ്രീസ് ആവും. ഈ ഫ്രീസ് ആയി അങ്ങനെ കണക്കൂട്ട് നോക്കുമ്പോൾ ലോകത്തേക്ക് ഏറ്റവും വലിയ നീളം കൂടിയ ബ്രിഡ്ജ് എന്നാണ് ഇതിന് പറയുന്നത്. ഫ്രോസൺ വെള്ളത്തിന്റെ മേലുള്ള, മനസ്സിലായോ അമ്മുവേ? നമ്മളിപ്പോ കടലിന്റെ മേളിൽ കൂടെ പോകുന്നത്. അതായത് 13 കിലോമീറ്ററോളം നമ്മൾ കടലിന്റെ മേളിൽ കൂടെ യാത്ര ചെയ്തിട്ട് വേണം PAയിൽ പോകാൻ. PAയിൽ വരാനാണ് പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിൽ വരാൻ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് ഈ പാലം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫെറി ഉണ്ട്. തിരിച്ച് നമുക്ക് ട്രൈ ചെയ്യാം. എല്ലാ അരമണിക്കൂർ 1 മണിക്കൂർ ഫെറി ഉണ്ടെന്നാ തോന്നുന്നത്. നമുക്ക് ടൈമിംഗ് നോക്കിയിട്ട് തിരിച്ചു വേണമെങ്കിൽ ഫെറി വഴി വരാം. ഈ പാലം എനിക്കൊന്ന് 1993 ആ സമയത്ത് അങ്ങോട്ടാണ് ഇതിന്റെ ആക്ച്വലി പണി തുടങ്ങുന്നത്, മനസ്സിലായോ? ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കാരണം വിന്റർ വരുമ്പോൾ ഈ കാണുന്ന വെള്ളവും കാര്യങ്ങളും എല്ലാം ഫ്രീസ് ആവും. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഫ്രോസൺ വാട്ടറിന് മുകളിലുള്ള ലോകത്തിലെ ലോങ്സ്റ്റ് ബ്രിഡ്ജ് ആയിട്ടാണ് ഈ കോൺഫെഡറേഷൻ ബ്രിഡ്ജിന് ഇതുവരെ കറന്റ്ലി ഉള്ള സ്റ്റാറ്റസ് വെച്ച് നോക്കി കഴിഞ്ഞാൽ. മനസ്സിലായോ? ഹോണ്ടഡ് മാൻഷൻ എന്നാണ് ഇതിന് പറയുന്നത്. എടാ, ഇത് കണ്ടിട്ട് എനിക്ക് എന്താ തോന്നുന്നോ, മറ്റേ സിനിമ ഇല്ലടാ, ഇൻ ഗോസ്റ്റ് ഹൗസ്. എന്റെ മോനെ, അടിപൊളിയില്ലടോ? അടിപൊളി. നല്ല വ്യൂ ആണ്. ആദ്യം നമുക്ക് എന്തോ വേണ്ടെന്നറിയോ? വാഷ്റൂം. അടിപൊളിടാ. ഗോസ്റ്റ് ഹൗസ് അല്ലേ നമ്മുടെ സംഭവം. സൈഡിൽ നോക്ക്, ഡ്രൈവിംഗ് സീറ്റിൽ ആരും ഇരിക്കുന്നത്. ഡ്രൈവ് ചെയ്ത് മരിച്ചാ കേട്ടോ. ശവപ്പെട്ടി വണ്ടി അത്. ഇവിടെ ഉള്ള പേടിച്ച് മരിക്കുന്നവരെ കൊണ്ടുപോകുന്ന വണ്ടിയാ. പക്ഷെ ഡ്രൈവർ സാറൊക്കെ ഉണ്ടോ? ചീട്ടൊക്കെ പിടിച്ചിരിക്കുക. ഹലോ, നൈസ് ടു മീറ്റ് യു എന്നൊക്കെ. അമ്മുവേ, എന്ത് പറയുന്നത്? ഡ്രാഗൺ കുഞ്ഞുങ്ങളെ കൊണ്ടല്ലോ ഇവിടെ. പക്ഷെ അടിപൊളിയാട്ടാ, നിന്റെ ഏരിയ ആണേലും എല്ലാം അടിപൊളിയേ. ആ ബിൽഡിംഗ് ഉണ്ടോ? എന്തോ പറയുന്നത്? ചുഡോ സ്റ്റൈൽ ബിൽഡിങ്ങിനാ പറയുന്നത്. വേറൊരു നല്ല രസമുണ്ട്. പക്ഷേ ആ മുകളിലത്തെ വിൻഡോ അല്ലേ? അതെ അതെ. എടാ, പക്ഷെ എല്ലാം ഭയങ്കര മെയിൻറ്റൈൻഡ് ആട്ടോ, അല്ലേ? കുറച്ച് വരച്ചിട്ടേക്ക് കണ്ടോ, ചോക്കിട്ട്. യെസ്. ഞാൻ ആ ലേഡി വരുമെന്ന് നോക്കട്ടെ. എങ്ങനെ വന്നു കഴിഞ്ഞാൽ കിട്ടുമല്ലോ. സംബഡി ഹെൽപ്പ് മീ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി വരും ആ മേളത്തെ ജനലിൽ കൂടെ, ഈ കാണുന്ന ജനലിൽ കൂടെ. നോക്കാം. ദേടാ, വന്നടാ. വേണ്ട വരാം. ഇപ്പൊ വരാം. ശരി, ഇപ്പൊ വരും. അമ്മു ഇപ്പൊ എല്ലാം ശരിയാക്കി തരും. അപ്പൊ എൻട്രൻസ് ആണല്ലേ അമ്മു? ആ എൻട്രൻസിൽ ഒരു സാധനം എഴുതി വെച്ചിട്ടുണ്ട്, അത് വായിച്ചേ. ഇവിടെ ഞാനത് വായിച്ച് നമ്മുടെ റിസ്കിൽ കയറണം. എന്തേലും അപകടം എന്തേലും പറ്റിയ നമ്മൾ തന്നെ ചെയ്യണം, അല്ലേ? റെസ്പോൺസിബിലിറ്റി. ഇത് നോക്കി. Abandoned home. എന്താ? All you who enter here. പക്ഷേ പ്രതീക്ഷ ഒന്നും വേണ്ട, അതൊക്കെ കേൾക്കണമെന്ന് കഴിഞ്ഞു. നീതിക്കരട്ടെ അമ്മേ. അതെ, ഡോറൊക്കെ തുറക്കുന്നടാ. പേടിക്കില്ലേ അമ്മു? എന്തേലും ഉണ്ടെങ്കിൽ നേരിട്ട് ഒരുമിച്ച് അപ്പച്ചൻ നിൽക്കുന്നു.
ഇതിലെ പോണ്ടേ? ഈ ഡോറ് തുറന്ന് നമുക്ക് വേണ്ടിട്ടാണോ അമ്മു? നീ എന്നെ ഞെക്കിക്കൊല്ലല്ലേ? ഗ്ലാസ് പൊട്ടിക്കില്ലേ? എന്റെ പെണ്ണേ. ശിവനേ. എന്റെ പൊന്നേ. ഇതിനകത്തൊക്കെ എന്തൊക്കെയുണ്ടോ? നമുക്കെടാ എക്സിറ്റ് ഡോർ വഴി പോയാലോ? ഇത്രയും പേടിയുണ്ടോ എനിക്ക്? എനിക്ക് ഭയങ്കര പേടിയാടാ. നീ പേടിക്കണ്ട, എന്നെ പിടിച്ചോ, ഒരുമിച്ചോടാം. ഭയങ്കര ക്രീപ്പി അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നു. നീന്റെ പുറയുവാ ബാക്കി ഇതുണ്ടോ? ആ നോട്ട് ഫേസ് ഉണ്ടോ അതിന്റെ? ഇതവര് പറഞ്ഞ എന്തെങ്കിലും നോക്കുണ്ടെങ്കിൽ ഇതുപോലെ എക്സിറ്റ്സ് ഉണ്ട്, നമുക്ക് പോവാം. ഓക്കെ, നല്ല ക്രീപ്പി ആയി തുടങ്ങി. മേളിൽ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ, ഒരു സ്കെൽട്ടൻ നിൽക്കുന്നേ. അയ്യോ, ഞാൻ കണ്ണടച്ച് തരുവാടാ. നീ കണ്ണൂർക്കുമ്പോ കാണാനുള്ള ഇതുണ്ടോ? തല അനക്കുന്നുണ്ടോ സ്കെൽട്ടൻ? എന്തും നമ്മൾ എക്സ്പെക്ട് ചെയ്ത് വേണം മുന്നോട്ട് നീങ്ങാൻ. അല്ലെങ്കിൽ നല്ല പണി കിട്ടും, നല്ല ചുമപ്പിള്ളായിട്ട്. ഈ പടമൊക്കെ നോക്കണം, എന്താണ് ഇത്? ശവകുടിയില് ഇപ്പൊ ആരെങ്കിലും ഓടി വരും ഇതില്. എന്താ തറയിൽ കിടക്കുന്ന ഒരാള്? ഇതെന്താ തറയിൽ കിടക്കണം? ക്രീപ്പി ക്രൈ. ആരും കരയും കേട്ടോ അവിടെ നിന്ന്. ഒരു മൂൺ കണ്ടോ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്? നല്ല രസമുണ്ടല്ലോ അത്. ഭയങ്കര ക്രീപ്പി കേട്ടോ. വേണ്ട ഒരാൾ ഇരിക്കുന്ന അവിടെ. തല കണ്ണൊന്നും ഇല്ലാണ്ട. അയാൾ എന്തോ ചെയ്യും. ഇപ്പൊ ഈ ഷോപ്പിട്ട് വെക്കാൻ തുറക്കാൻ ചാൻസ് ഉണ്ട്. ഗ്ലാസ് പൊട്ടിക്കുന്നത് ഗ്ലാസ്. അയാൾ അണങ്ങുന്നുണ്ടോ? ഇയാളെ കൂട്ടിനകത്ത് അടച്ചിട്ടേക്കുന്നുണ്ട്. തുറന്നുവിടാ, അയാൾ നിന്നെ നമ്മളെ തന്നെ കാണാൻ അനങ്ങും അയാള്. എന്തെങ്കിലും കാണും. ഇവിടെ മാറ്റൊക്കെ ഇട്ട് തറയിൽ സെറ്റാക്കി വെച്ചു കേട്ടോ. ചവിട്ടിക്കുമ്പോൾ തന്നെ അനങ്ങും. ഇയാളെന്താ റൈറ്റ് ഫോട്ടോ ഒക്കെ വരുമ്പോഴായിരിക്കുന്ന ഇയാളുടെ. ഓക്കെ, ഭയങ്കര ക്രീപ്പി കേട്ടോ. ഇവിടെ തലയോട്ടിയൊക്കെ തൂങ്ങി കിടക്കുന്ന ബോഡി. ഇവിടെ എന്തുണ്ട്? കൈ കൈ ആരും പിടിക്കത്തില്ല. നീതാ ഇവിടെ ചെലന്തിയില നമുക്ക് ഫീൽ ചെയ്യുന്നു കണ്ട ബോഡിയില്. ചെലന്തിയില കിടക്കുന്നുണ്ട, തട്ടുന്നുണ്ട ഹൃദയത്ത്. വലിയ ചെലന്തി, അതുകൊണ്ടാ വലിയ ചെലന്തിയായി. ഇവിടെ ഒരാള് ഇതൊക്കെ നോക്കണോ? എന്റെ റിയലാണ് ഇത്. ഓ അടിപൊളിയല്ലേ അത്? അമ്മ നോക്കട്ടെ. എങ്ങനെയുണ്ടമ്മു? പേടിയാണോ? എടാ നീ ഒരു കാര്യം ചെയ്യും, നീ ഫ്രണ്ടിൽ പോ. ഡോർ തുറക്കണം. ഓക്കേ, ഇനി എന്താണ് ഇവിടെ ഉള്ളത്? തുറന്നിട്ട് ഇവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നതാ. ഇത് നോക്കട്ടെ എന്തോ.
തലയില്ലടാ, വീഡിയോ കാണത്തില്ല കേട്ടോ. ചെടി ഇറങ്ങുന്നുണ്ടോ? തനിയെ മൂവ് ചെയ്യണ്ടോ? ഈ പ്രേത സിനിമയിലൊക്കെ ആൾക്കാർ എങ്ങനെയാടാ കിച്ചണിന്നൊക്കെ സൗണ്ട് കേൾക്കുമ്പോൾ ലൈറ്റില്ലാണ്ട് ഇതിൽ എന്തൊക്കെയുണ്ട് കേട്ടാ. മേളിൽ എന്തൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ ആൾക്കാരെ കെട്ടി തൂക്കിട്ടേക്കുന്നത്. ചുമന്ന കണ്ണതിന് ഒരു അപ്പച്ചൻ മരിച്ചിരിക്കുന്നത്. നമ്മൾ ഏതിലേ പോകണ്ടേ? ആക്ച്വലി സ്റ്റേഴ്സ് എടുക്കണമെന്ന് തോന്നുന്നു. എക്സിറ്റ് ഡോർ ഉണ്ട്. എക്സിറ്റ് ഡോർ ഉണ്ട്. അമ്മു എക്സിറ്റ് ഉണ്ട് കേട്ടാ. അപ്പച്ചൻ എന്നാ പറ്റി? ചരിഞ്ഞു പോയോ? എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ നീ കയറ്. ഇല്ല എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ്. ഈ ഡോർ മിക്കാൻ തുറക്കും തോന്നുന്നു. ഇല്ല, ഇത് ബോളാ. ഒന്ന് നോക്കിയത് ഇല്ല, ഒന്നും ടച്ച് ചെയ്തെന്നാ പറഞ്ഞേക്കുന്നത് നമ്മള്. വെള്ളം തുറന്നിട്ട് നമ്മളെ പേടി. ഇവിടെ അടുക്കള രക്തം പൈപ്പിൽ നോക്കിട്ട്. ഇവിടെ അടുക്കള നമ്മൾ ഫിലിമിനെ കാണുന്ന പോലെ. ഇത് ഒരു സ്കെൽട്ടൻ കാണുന്നുണ്ടോ? പാത്രത്തിൽ ബ്രെയിൻ ഇരിക്കുന്നത്. കൊച്ചിനെ അതിനകത്തിട്ട് കുക്ക് ചെയ്യുന്നത്. സ്കെൽട്ടൻ അവിടെ ഇരിക്കുന്നത്. എല്ലാം പോട്ടെ, ഇത് കണ്ടോ? വെയിറ്റ്. മൈക്രോവേവിനകത്തൊരു തല മാത്രമല്ല, പൈപ്പിൽ നിന്നാണെങ്കിൽ രക്തവും. ഇവന്റെയൊക്കെ ഒരു ഫേസ് നോക്കിയമ്മോ. ഒറിജിനാലിറ്റി കണ്ടോടാ അത്. ഇതൊക്കെ നമ്മൾ മൂവി കാണുന്നതല്ലേ സത്യം. ഈ കാലഘട്ടത്തിലൊന്നും ഇതെല്ലാം ആ ഒരു പഴയ ആ മൂവീസിൽ നമ്മൾ കണ്ടിട്ടില്ലേ? അത് തന്നെ സംഭവം. ഒരു പൂച്ച കിടക്കുന്ന അവിടെ, ഒരു പാമ്പ്. മൂവീസിൽ സ്ഥിരം നീ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ടി വി കാണാം. അയാൾ എണീറ്റ് വരുന്നോ? അതെ, ഇനി നമ്മൾ മേലോട്ട് പോകണം. അമ്മു, ഇനിയാണ് മേലോട്ട് പോകേണ്ടത്. മനസ്സിലായാ? ഫയർ എക്സ്റ്റിംഗ്വിഷർ. അവിടെ ആള് വന്നല്ലേ. ആണോ? ഹാപ്പി ബർത്ത്ഡേ. നല്ല ബർത്ത്ഡേ കൂടാൻ പറ്റുന്നല്ലോ. മുതുകല്ലേ വിളി വന്ന് ചെക്ക് തട്ടെ. അമ്മു ഇടോ തുറക്കും. അമ്മു ഇതിനകത്തൊരു എന്ത് ഓട്ടയുണ്ട്. കാറ്റ് വരുന്നടാ, കാറ്റ് വരുന്ന. എന്നെ കൊന്നിട്ട് എന്താ ഉദ്ദേശിച്ചു? ഈ വീഡിയോ കാണും സൗണ്ട് കേട്ടോ. നീ നോക്കി. സംഭവം തന്നോ ഈ വീഡിയോയില് കാണുമ്പോ ആർക്കും ഇതൊരു അത്ഭുതം. അല്ല, വീഡിയോയില് നമുക്ക് എത്രത്തോളം ഇത് ക്രീപ്പി ഡോറൊക്കെ അടച്ച് കിടക്കുന്നുണ്ട്. നല്ലൊരു ഹോളും ഉണ്ട് ഇവിടെ. നോക്കും ഇവളെങ്ങനെയാ വരുന്നത്. എന്നെ കൊന്നിട്ടാലും പ്രേതം ഇവളെ തിന്നൂല. ബാത്റൂമിലേക്ക് നോക്ക്. ഗ്യാസ് വിട്ടറാ. പക്ഷെ ഇതെന്താ തറയിൽ നോക്കുമ്പോ ഫുൾ സ്റ്റെപ്സ്. ഹെൽപ്പ് മീ ഇതുകൊണ്ട് അതിനകത്ത് ഒരാള് മരിച്ചാൽ കിടക്കുന്നു. ഒരാളവിടെ ഗ്യാസ് വിട്ടു. ഇതിലെ മലമ്പൂതം തോന്നുന്നു. സലികുമാറിന്റെ മലമ്പൂതം കണ്ടു കിട്ടി. ആക്ച്വലി വീഡിയോയിലേ ഇത് ആർക്കും ഇത്ര പേടി തന്നൊന്നുമില്ല. പക്ഷെ ഇതിന്റെ ഉള്ളിലേക്ക് പേടിയുള്ളവർ ശരിക്കും പേടിക്കും. അവന്റെ ഗ്യാസ് ഇവിടെ കേൾക്കാം. ഇവിടെ കട്ടിൽ എന്ത് കിടപ്പുണ്ടാ? ആ കട്ടില് നിക്കിത് ഇങ്ങോട്ട് പോയിട്ട് പോ. കട്ടിലെന്ത്. ഇത് ആക്ച്വലി എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മൾ ശരിക്കും നമുക്ക് വരുമ്പോൾ ഒരു അഡ്രിനാലിൻ റഷ് നമുക്ക് കിട്ടും. ഡോള് കിടക്കുന്ന ബെഡ് ഉണ്ടാ. ഇത് കേട്ടില്ല നമ്മൾ ഹൊറർ മൂവീസിലൊക്കെ ഇതുപോലൊരു അനബെല്ലൊക്കെ ഒരു ചെറിയൊരു ഇതൊരു മ്യൂസിക് ബോക്സ് ഉണ്ട്. ഒരു പാവം ലയലൊക്കെ പേടിച്ചു കിടക്കുന്നു. ഈ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ശരിക്കും. ഭയങ്കര ക്രീപ്പി. നീ എന്നെ കൊലക്കൊടുക്കൂടെ? എന്തായാലും കുത്തി എന്നെ കുത്തട്ടുന്ന മതി. ഇവിടെ ഒരു ഡോറുണ്ട്.
ഇവിടെ സൈഡ് ഇത് നമ്മൾ ടോം ആൻഡ് ജെറിക്കകത്ത് ഈ മൗസിന്റെ റോൾ ഇതില്ലേ ജെറിയുടെ വീട് പോലെ. പക്ഷെ അതിനകത്ത് കണ്ടോ ആ ഒരു മൗസ് കിടക്കുന്നത് തന്നെ ഭയങ്കര ക്രീപ്പി ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ എലിക്കണിക്കകത്ത് ഇനി എങ്ങോട്ടാ താഴോട്ടാ വാ. ഓരോ സ്റ്റെപ്പ് എടുത്തേക്കുമ്പോഴും നമ്മൾ മാക്സിമം പ്രതീക്ഷ വേണം പറയാനായിട്ട്. കഴിയും തോന്നുന്നു കേട്ടോ. അലാം ബിൽ സൗണ്ട് തുറക്കട്ടെ. തീരുന്നില്ല. ശരിക്കുള്ള ബേസ്മെന്റിലോട്ട് നമ്മൾ പോകുന്നേ ഉള്ളൂ. സാധാരണ നമ്മൾ കേട്ടില്ലേ ക്രീപ്പി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഈ ബേസ്മെന്റിലാണ്. എന്തൊക്കെ ഉണ്ടോ ഇപ്പൊ ശരിക്കും ക്രീപ്പി ആയില്ലേ അമ്മു? അവിടെ ഇത് എങ്ങോട്ടാ പോവേണ്ടേ? അല്ലടാ ഇതാ സൗണ്ട് വരാൻ ക്രീപ്പിയാണേ. റാംബിൾസ്. എന്താണ് റാംബിൾസ്? ഓ ഇതിലെ സ്റ്റെപ്പ് താഴട്ടെ. നടുക്കൊരു തലോട്ടി. കഴിയാറായി തോന്നുന്നു. ഇനിയാണ് അവര് പറഞ്ഞേക്കുന്നത് മറ്റേ നമ്മുടെ ലണ്ടനിലെ ഏതൊരു പഴയ സ്ട്രീറ്റ് ഒക്കെ ഉണ്ട് അതുപോലെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് റോബിൻ ഹുഡ്. വോർട്ടെക്സ്. ഇത് നോക്കടാ, ഈ രൂപം നോക്കടാ, ക്രീപ്പി അല്ലേ? കാണുമായിരിക്കും ഇവിടെ മറ്റേ സാധനം വോർട്ടെക്സ് അല്ലേ പറഞ്ഞല്ലേ? വാ, ഇത് ശരിക്കും ഒരു ഇല്യൂഷനാണ്. കേറുമ്പോ നമുക്ക് തല കറങ്ങുന്നത് തോന്നും. അമ്മ എങ്ങനെയുണ്ട് തല കറങ്ങുന്നവരൊക്കെ? ശരിക്കും കറങ്ങുന്ന പോലെ ഫീൽ ആട്ടോ. അതുകൊണ്ടാ ഫുൾ കറങ്ങുക. നമ്മൾ ഈ നിൽക്കുന്ന പ്ലാറ്റ്ഫോം ആവശ്യം ബാക്കി എല്ലാം കറങ്ങുക. Let's go. കഴിഞ്ഞല്ല ഉണ്ണിയേ, എന്തോ പരിപാടി. നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ല കേട്ടാ. ഈ ആദ്യം പോന്നാ. ഇതാണ് പറഞ്ഞ മറ്റേ ലണ്ടനിലെ ക്രീപ്പി ലണ്ടനിലെ ഒരു വൺ ഓഫ് ദി ക്രീപ്പിയസ്റ്റ് ടൗൺ എന്ന് അവർ പറയുന്നത്. അതിനെ റെപ്ലിക്കേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇവിടെ. തവളയാണോ? എന്താ കാണത്തില്ല. ഓക്കെ എടാ, അല്ല സൈൻ മാർക്സ് നോക്കിയോ ഇങ്ങോട്ടാ പോകണ്ടെന്നൊക്കെ. ഇത് വല്ലാത്തൊരു ഇത് തന്നെ കേട്ടോ. വെല്ലിംഗ്ടൺ സ്ട്രീറ്റ് ഡോറുണ്ട്, നോക്കിയിട്ട് വരാം. ഇത് എക്സിറ്റാടാ, പുറത്തേക്കുള്ള വഴിയാ. ഇതിൽ വാ. സ്റ്റീപ്പ് റാം, ഡു നോട്ട് യൂസ് വീൽ ചെയർ വിത്തൗട്ട് അസിസ്റ്റൻസ്. കഴിഞ്ഞടാ. അമ്മോ ഇവിടെ പേടിച്ച് മുള്ളിയോടെ ഇയാളെ പോടെ. എത്ര നേരം എന്റെ തോളെ തൂങ്ങി നടന്നിട്ട് അവളുടെ സംസാരം നോക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു? $20 നമുക്ക് $40 രണ്ടുപേർക്ക്. പക്ഷെ അടിപൊളി വർത്താണ്. മസ്റ്റ് ട്രൈ ചെയ്യുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. പക്ഷെ ഒത്തിരി പേടിയും അപ്പൊ മൈൻഡിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഒക്കെ ഉള്ള ആൾക്കാർ കഴിയുന്നതും വരാതിരിക്കുക. കാരണം അല്ല, നമുക്ക് പേടിയായി. ഇനി ധൈര്യം ഉള്ളവർക്ക് പേടിയാ. നമ്മൾ ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് ആയി പോകുമ്പോഴത്തേക്ക് ചുറ്റും നടക്കുന്നത് നമ്മൾ റിയാലിറ്റിയിലാണെന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ. എനിക്ക് പൊതുവെ പേടിയുള്ള ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് നല്ല പേടിയായി. ധൈര്യമുള്ളവർക്കൊക്കെ ഇത് സില്ലിയായിട്ട് തോന്നുമായിരിക്കും. നമുക്കത് ഡിപ്പെൻസ് ആണ് അല്ലേ. പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ കോസ്റ്റ് ഹൗസൊക്കെ ഇറങ്ങിയ ശേഷം നമുക്ക് സക്സസ്ഫുള്ളി ഇറങ്ങുവാണെങ്കിൽ ഡോക്ടർ ജാക്സ് എന്ന് പറഞ്ഞൊരു ഗാർഡനുണ്ട്. ആ ഗാർഡനോടെ കാണാം. ആ ഗാർഡൻ ഞാൻ വന്നപ്പോൾ അതിമനോഹരമായ ഒരു കാഴ്ച കണ്ടു. കുറേ ശവപ്പെട്ടികളുണ്ട്. അപ്പോൾ ഒരു ശവപ്പെട്ടിക്കകത്തൊരു ശവവും കണ്ടു. ഓക്കെ, കൊള്ളാം. ഇവിടെ നല്ല വാട്ടർഫോളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, അടിപൊളി. ചെറിയൊരു കാസിലും എനിക്കൊന്ന് പിള്ളേർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നു അല്ലേ. ഇത് കഴിഞ്ഞിട്ട് അതെ, ഈ പാപ്പും ചേട്ടാനെ നമ്മൾ വിളിച്ചതാണ്. പക്ഷെ അവർക്ക് ഒരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് ഉള്ളത് കാരണം അവർക്ക് എല്ലാവരും ഉള്ളതുകൊണ്ട്, ചേച്ചിമാരൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് വരാൻ പറ്റില്ല. നിനക്ക് ഡോഗ്സിനെ ഇഷ്ടമല്ലേ? അവിടെ ഒരു ഡോഗ് ഉണ്ട്. നോക്ക്.
ഏറുവനെ വല്ല ഇറക്കി വിട്ടോണ്ടല്ലോ പേടിച്ചോടും. വേറെ കണ്ടം വഴി ഓടും. അജിപ്പാ ധൈര്യമായിട്ട് മുന്നോട്ട് വയ്ക്കോടാ. അടുത്ത ക്രീപ്പിയാണോ ഒന്നു? ആണോ? നോക്കട്ടെ. അത് നോക്കിയിട്ട് പറ. ഗ്ലാസ് പോലെ. അയ്യോ സത്യല്ലേ? ഗ്ലാസ് പോലല്ലേ? അയ്യോ അമ്മു ഇതെന്നോടാ നല്ല യമണ്ടൻ രണ്ട് കാർപ്പ്. ഒറിജിനല്ല. ഇനി അത് ക്രീപ്പി ആയിരിക്കും. ചാടി ഒന്ന് പല്ല കാണിച്ചു. ഇനി ഇതിൽ അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അവൻ ആ വെള്ളത്തിൽ നിന്ന് കയറി നടുവൊക്കെ വെയിലത്ത് കാണിച്ച് ഉണക്കാൻ വെച്ചേക്ക് വന്നു. ഇവിടെ ചെറിയൊരു അല്ലടാ, ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അമ്മു നൈസായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുക. ഭരണിക്കകത്ത് വെള്ളം പോകുന്നുണ്ടല്ലോ. അജുവിന് ഈ സ്റ്റെയർ വഴി നടന്നു വരാൻ, ബ്രിഡ്ജ് വഴി നടന്നു വരാൻ പാടുണ്ട്. അജു അവിടുന്ന് സ്കേറ്റ് ചെയ്തൊക്കെ വരാന്ന്. വാടാ. എങ്ങനെയുണ്ടായിരുന്നു? വെയിറ്റോ? ആ നോക്ക്. അത് കൊള്ളാലോടെ. ഇരുന്നിട്ട് വെയിറ്റ് നോക്കുന്നത്. സാറിന് എല്ലായിടത്ത് നിന്നല്ലേ നമ്മൾ നോക്കാം. ഓ ഇത് LB-യിലായിരിക്കും. അതെ LB-യാ. ഒരു 126, 27 LB. അപ്പൊ ഏകദേശം ഒരു കണക്കൂട്ടി നോക്കണം. നീ കണക്കൂട്ടി നോട്ടെ. നീ ഞാൻ നോക്കട്ടെ. ഇല്ലടാ നോക്കട്ടെ. പിന്നെ അജിപ്പനും 190 ഉണ്ടാന്നോ? ഈ കഴിക്കുന്നൊക്കെ പിന്നെ എവിടെ പോവാൻ? സ്ട്രെങ്ത് നോക്കിയ അജിപ്പൻ. ആ എത്ര ഉണ്ട്? ആണോ? 150 LB ആണ് നിന്റെ. വലിച്ചോ വലിച്ചോ. തൂങ്ങി കിടന്നിട്ട് എത്ര 120 വരെ കേട്ടോ. 125 വരെ ഒന്നും തൂങ്ങി കിടന്ന കിട്ടും. പക്ഷെ തൂങ്ങി കിടന്ന വെയിറ്റാ നമ്മുടെ വരുന്നത്. ബോഡി വെയിറ്റാ. ആ കറക്റ്റാ. നിനക്ക് 127 നിന്റെ LB വെയിറ്റ്. ആ കയറിക്കോ കയറിക്കോ. ആ ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. സൈഡ് വരൂ. അതല്ല അതിലേക്ക് ബമ്പിയാണേ. അതെ കീറിപ്പോ. വളരെ ചെറിയതായിരുന്നു റൈഡല്ലേ. അവിടെ വീഴത്തുള്ളൂ. ചെറിയൊരു അബദ്ധം പറ്റി ഗൈസ്. നമ്മളെല്ലാം കണ്ണ് നടന്നപ്പോഴത്തേക്ക് അമ്മു തുടരുന്ന് പറഞ്ഞ ചെടി കയറി പിടിച്ചപ്പോൾ ഇവിടെ ആൾക്കാരെല്ലാം പിടിച്ച് കെട്ടിയിട്ട് ആരെ കണ്ട് അഴിച്ചുവിട്. വാ തൊണ്ടയ്ക്ക് വയ്യാത്തൊരു കൊച്ചാണ്. യെസ്. ഇതെവിടെയാ മോനെ? കഴിഞ്ഞെന്ന് തോന്നുന്നല്ലോടോ. എന്തോ മോനെ ഇതെവിടെ? ഗിഫ്റ്റ് ഷോപ്പ് അല്ലേ? അവിടെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഇവിടെ എങ്ങും കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇൻസൈഡ് പോയിന്റ് ബിലോ. എല്ലാത്തിലും ഇൻസൈഡ് പോയിന്റ് ബിലോ. മനസ്സിലായോ? സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ. എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. എല്ലാത്തിനും കോയിൻ ഇടണം. ടാപ്പൊന്നുമില്ല. ഇപ്പോഴും പഴയ സ്ഥലത്താന്ന് തോന്നുന്നു കേട്ടോ. ഇതൊക്കെ എന്താ പറയുക, മൊബൈലിൻ്റെ ചാർജസ് കാര്യങ്ങളൊക്കെ. സ്പീക്കേഴ്സ് ഉണ്ട് ചെറിയ ചെറിയ. ഇവിടെ മറ്റു സാധനം ഇവിടെ ഇല്ലല്ലേ? അല്ല സെൽഫി സ്റ്റിക്ക്. മാഗ്നറ്റ്സ് ഉണ്ടോ നോക്കടാ. കാണുമായിരിക്കും. ചെറിയ ചെറിയ ഗ്ലാസസ് ഉണ്ട് കേട്ടോ. ഇൻസൈഡ് അത് ഷോർട്ട് ഗ്ലാസ് ഉണ്ട്. കണ്ടോ? ഷോർട്ട് ഗ്ലാസസ് ഉണ്ട്. എന്തോ വിശക്കുന്നില്ലോടാ. ഭയങ്കര വിശപ്പ്. നമ്മളെപ്പോഴാ കഴിച്ച? രാവിലെ 7 മണി 7:30 അല്ലേ? 7. എടാ 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 നമ്മള് 6:45 കഴിച്ചേ. അജു അജു ആകാശ് അജു ഒരേപോലെ ഇരിക്കുന്നു. രണ്ട് സെയിം കോമ്പിനേഷൻ. ഇത് ഫുൾ ഫാം ഏരിയ ആണ്. മെയിൻ ആയിട്ട് ഇവിടെ ഫാമിംഗ് എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങാണ്. അതായത് നമ്മുടെ കാവൻഡിഷ്, മെക്കെയിൻ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ വാൾമാർട്ടിലും സോബീസിലും ഒക്കെ കാണുന്ന ബ്രാൻഡ് ഇല്ലേ, അതിന്റെ ഹബ്ബ് ഇവിടെയാണ്.
അവരുടെ മെയിൻ ഔട്ട്ലെറ്റും അവരുടെ ഫാമും എല്ലാം ഇവിടെ തന്നെ, ഈ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡില്. അങ്ങോട്ടൊക്കെ അതുണ്ടോ ഭയങ്കര രസാ ഫുള്ള്. പിന്നെ വേറെ ഏരിയ റോഡ് എന്ന് പറയാ ഫുൾ സ്ട്രെയിറ്റ് റോഡ്, തിരിവും ഒന്നുമില്ല. അങ്ങോട്ട് റൈറ്റ് ലെഫ്റ്റിന്റെ ആണെന്നില്ല, ഫുൾ സ്ട്രെയിറ്റ്. ഒരു എൻഡ് മറ്റേ ഫുൾ സ്ട്രെയിറ്റ് ഹൈവേ. കാരണം ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇവർക്ക്. നമ്മുടെ നാട്ടിലെ വീടിന്റെ പുറകെ കൂടെ വളഞ്ഞ് മുതലെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഫുൾ ഒഴിഞ്ഞു കിടക്കുന്നതായതുകൊണ്ട് ഒത്തിരി എന്താ പറയാ. ഇല്ലടാ, ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല. എന്റെ സൗണ്ട് ഒരു 70% വന്നല്ലേ, ഇപ്പൊ 40 ആയി. ഇനി തന്നെ നമ്മളൊരു എനിക്കും അജുനും ഭട്ടൂര കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇവിടെ ഒരു മുംബൈ ക്യുസീൻ എന്ന് പറയുന്നൊരു ബോംബെ അപ്പൊ അങ്ങോട്ടേക്ക് ഇതേ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എന്തായാലും അവിടെ പോയിട്ട് കാണാം അല്ലേ. ആടാ കരിഞ്ഞു. നല്ല അടിപൊളി വെതറാണെന്ന് ചോദിച്ചാൽ നല്ല വെതറാണ്. ചൂടുണ്ടോന്ന് ചോദിച്ചാൽ ഞാനും അജും ഇനി ടാൻ അടിക്കാൻ ഒന്നുമില്ല. വീഡിയോ തന്നെ കാണാൻ മനസ്സിലാവും. അതാ ടാൻ അമ്മാതിരി. ഇട്ടിട്ട് ഒരു കാര്യമില്ല, ഇട്ടിട്ടുണ്ട് എന്നാലും ഒരു കാര്യമില്ല. ഓക്കെ, അപ്പൊ ശരി, അവിടെ പോയിട്ട് കാണാം. എത്തിയല്ലേ. അപ്പൊ നമ്മള് സ്റ്റേ ബുക്ക് ചെയ്തേക്കുന്നത് കംഫോർട്ട് എന്ന് പറയുന്നൊരു കംഫോർട്ട് ഇൻ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകും. ഓക്കെ, ചെക്ക് ഇൻ ചെയ്താലോ? നമ്മൾ ചെക്ക് ഔട്ട് ചെയ്ത് ചെക്ക് ഇൻ ചെയ്ത് ഒന്ന് ഫ്രഷായി ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി നമ്മൾ പോവുക. എടാ ഭയങ്കര ആശ്വാസം, ചൂടും കൂടെ ആയോണ്ടേ. ഇനി എങ്ങോട്ടാ വന്നെ? ഇനി നമ്മൾ പോകുന്നത് ബോട്ടിൽ ഹൗസ്, അതായത് ബോട്ടിൽ കൊണ്ട് നിർമ്മിച്ച ഒരു ബിൽഡിംഗ്. ഈ നിർമ്മിച്ചെന്നൊക്കെ ബോട്ട് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബിൽഡിംഗ്. ഈ തീരെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഒരെണ്ണം മറ്റേ പോയത് 220 കിലോമീറ്ററാണ് ഉള്ളൂ. പക്ഷേ പല സ്ഥലങ്ങളിൽ പോകണമെങ്കിൽ ഇത്രയും കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്യണം. എനിക്കൊന്ന് ഇപ്പം നമ്മൾ ഈ പോകുന്ന സ്ഥലം ഏകദേശം 1.5 മണിക്കൂർ എടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ബോട്ടിൽ ഹൗസ് എത്തിയിട്ട് കാണാം അല്ലേ. അതിൻ്റെ ഇടയ്ക്ക് പ്ലാൻ വല്ല മാറുവാണെങ്കിലും പറയാം. ഓക്കെ അജുവേ, എന്തോടാ ഇവിടെ നമ്മളെ ബോട്ടിൽ ഹൗസിൽ എത്താറായി. പക്ഷെ എത്താറായപ്പോഴത്തേക്ക് നല്ലൊരു വ്യൂ കണ്ട്. ജസ്റ്റ് അതുകൂടെ ഒന്ന് കണ്ടിട്ട് കടൽ എന്ന് വെച്ചാൽ നമ്മള് എൻഡ് എത്തിയല്ലേ. പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് ഒരു എൻഡ് എത്തി നമ്മള്. എന്താല്ലടോ റോഡ് ദൂരം ഉള്ളു കണ്ടോ, തീർന്നു. പ്രൈവറ്റ് റോഡാന്ന് തോന്നുന്നേ. അതെ, നോ പാർക്കിംഗ്. ഇതൊരു പ്രൈവറ്റ് സ്ഥല. അടിപൊളിയല്ലേ മക്കളെ? അങ്ങോട്ട് കാണിക്കടാ. പ്രൈവറ്റ് എൻട്രി ഇടാം. തിരിച്ചു പോവാം. അല്ലെങ്കിൽ തോക്കെടുത്ത് പിടിച്ചാൽ ഞാൻ ഓടും. എടാ ഭയങ്കര വലിയ ഏരിയ ഒന്നും അല്ല. പക്ഷെ നമ്മൾ ഏകദേശം ഒരു 10-80 കിലോമീറ്റർ ഇത് കാണാനായിട്ട് മാത്രമാണ്. ഇതുണ്ടോ ബോട്ടിൽ ഹൗസ് എന്ന് പറയുന്നത്. ബോട്ടിൽ കൊണ്ട് ആണ് അതിന് ഫ്രെയിം ചെയ്തിട്ട് ബോട്ടിൽ ഫില്ല് ചെയ്താണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ. കണ്ടാ നല്ല രസമല്ലോ. ഇതിനകത്ത് കയറി പോണം, ടിക്കറ്റ് ഒക്കെ എടുത്ത് പോണം. ഓക്കെ, എന്തായാലും നമുക്ക് പോയി കണ്ടിട്ട് വരാം. ഹായ്, അർജുനെ കണ്ടോ? അർജുൻ അങ്ങോട്ട് പോയിരുന്നോ? ഡ്രസ്സൊക്കെ മാറിയാടാ? ഗസ് എന്ത് ഗസ്? ഇതാണാ ഈ ബിൽഡിങ്ങിന് ഒരു ലുക്കില്ല. എന്റെ മനസ്സിലെ ഗ്ലാസ് ഹൗസ് ഇങ്ങനെ ഒന്നല്ല. ആടാ ആണോ? കറക്റ്റാ. എന്താ മെയ്സൻസ് ഹൗസ്. നല്ല സ്മെല്ലുണ്ട്. അയ്യപ്പേ, അമ്മുവേ നല്ല ഭംഗിയില്ലടാ. ആ ഗാർഡൻ കണ്ടോ? അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടേ.
കൊള്ളാം അല്ലേ? നമുക്ക് ഇതുവഴി ഇറങ്ങിയിട്ട് റൈറ്റ് എന്നല്ലേ പറഞ്ഞേ? ഇറങ്ങി റൈറ്റിലോട്ട് പോകണമെന്നല്ലേ പറഞ്ഞേ? ഇങ്ങോട്ട് തന്നെ ആയിരിക്കും അല്ലേ? അന്ന് നടക്ക്. ഒരു ബ്രിഡ്ജ് കയറണം എന്ന് പറഞ്ഞല്ലേ? എടോ ഇതിൻ്റെ പ്രത്യേകത എന്താ പറയുക പ്ലേസിൻ്റെ? 1980 എഡ്വേർഡ് എന്ന് പറഞ്ഞൊരു ഫിഷർമാൻ, പുള്ളിക്കാരൻ്റെ ഒരു ഹോബിയായിരുന്നു ഈ ഗ്ലാസ് കുപ്പികൾ. അന്നൊന്നും ഇപ്പോഴല്ലേ നമ്മുടെ ഈ കുപ്പികളെല്ലാം റീസൈക്കിൾ ചെയ്യുന്നത്. അന്ന് റീസൈക്കിൾ പരിപാടികളൊന്നും ഇല്ല ഈ ടൗണിൽ. അപ്പോൾ പുള്ളി എന്ത് ചെയ്യുന്നത് വെച്ചാൽ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നും അടുത്തുള്ള ലോക്കൽ സ്ഥാപനങ്ങളിൽ നിന്നും ബോട്ടിൽ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ലേബൽ എടുത്ത് കളഞ്ഞ് കഴുകി ഉണക്കി പുതിയ ചെറിയ ചെറിയ ഈ സ്ട്രക്ചറുകൾ ഉണ്ടാക്കും. അങ്ങനെയാണ് പുള്ളി സ്റ്റാർട്ട് ചെയ്ത് പുള്ളിയുടെ ഹോബി കണ്ടിന്യൂ ചെയ്ത് പുള്ളി 1 വർഷം കൊണ്ട് ഒരു ബിൽഡിംഗ് പോലെ അങ്ങ് ഉണ്ടാക്കി അത് വെച്ചിട്ട്. അപ്പം പുള്ളിയുടെ മോളും അതിൽ ഇമ്പ്രസ്ഡ് ആയിട്ട് വിത്ത് മോളുടെ സപ്പോർട്ട് 4 വർഷം കൊണ്ട് പുള്ളി 3 ഇതുപോലുള്ള കുഞ്ഞു, ഇപ്പോൾ നമ്മുടെ ബാക്കിൽ കാണുന്ന പോലുള്ള 3 ഗ്ലാസ് കൊണ്ടുള്ള, അത് സിമെൻറ്റും ഉണ്ട് ഇടയ്ക്ക്, ഗ്ലാസ് ഇങ്ങനെ വെച്ചേക്കാണ് ഹോൾ വെച്ച് അടച്ചിട്ട്. അതിപ്പോൾ കാണിച്ചു തരാം. ബാ ഫൗണ്ടൻ അല്ലേ ഇത് കണ്ടോ? അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൽ തന്നെ സിമെൻറ്റ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഓരോ ബോട്ടിൽസ് വെച്ചേക്കുന്നത്. ഇത് പുള്ളി ഒറ്റയ്ക്ക് പുള്ളിയുടെ കൈ കൊണ്ട് ചെയ്തതാണ്. അതാണ് 4 വർഷം എടുത്തു 3 ബിൽഡിങ് ചെയ്യാനായിട്ട്. കണ്ടോ പള്ളി പോലെ, കണ്ടോ ഇത് പള്ളി പോലെ നോക്ക്. ചേർച്ച്, അത് പള്ളി തന്നെയാണ്. കണ്ടോ സീറ്റും പിന്നെ വേണ്ട അവിടെ നമ്മുടെ ഇതെല്ലാം ഉണ്ട് അല്ലേ? എന്നിട്ട് പിന്നെ മോളും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെ സെറ്റ് ചെയ്തത്. ആദ്യം പുള്ളി ഒരു ഹോബി പോലെ തുടങ്ങി, നാട്ടുകാരെല്ലാം കൂടെ പറഞ്ഞു നിങ്ങളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലെ ആക്ക് സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ പുള്ളി 4 വർഷം കൊണ്ട് ചെയ്ത പരിപാടി. എന്തും അടിപൊളിയാടോ, സൂപ്പർ അല്ലേ? എടോ 1 വർഷം കൊണ്ട് ഉണ്ടാക്കിയതാണ് പുള്ളി ഇത്. 1980 പുള്ളി കൺസ്ട്രക്ഷൻ തുടങ്ങി. 1984 പുള്ളി മരിക്കുമ്പോൾ ഇതുപോലത്തെ 3 ബിൽഡിംഗ് പുള്ളി ഉണ്ടാക്കി. നീ അത് ഇരുന്നേ അമ്മു? അത് 1900, നമ്മൾ 2000-ലല്ലേ ഇരുന്നാടോ? എന്താ അടിപൊളിയല്ലേ മക്കളെ? തടിയുടെ ഒരു ഫ്രെയിം മാത്രം ഉണ്ട്, അതായത് റൂഫ് മാത്രം തടിയിൽ ചെയ്തിട്ട് ബാക്കി ഫുള്ള് വോളെല്ലാം അങ്ങനെ ഗ്ലാസ്സിലാണ് ചെയ്തേക്കുന്നത്. കണ്ടോ ഇതിൽ നോക്കി, അടിപൊളി. ബൈ നമുക്ക് പുറത്തോട്ടിറങ്ങാം. ഇത് ഒരെണ്ണം, ഇതുപോലെ 2 എണ്ണം കൂടെ ഉണ്ട്. എടാ അതാ പറഞ്ഞേ, പുള്ളി ഓരോ കളറിൽ പോലെ ആ ട്രയാങ്കിളിൽ ഒരു പച്ച ഉണ്ട് ഡിസൈൻ കൊടുത്തിട്ട് നടുക്കിങ്ങനെ ബീം പോലെ ചെറിയ ബോട്ടിൽസ് കണ്ടാ. പുള്ളിയുടെ ഹോബിയായിരുന്നു. പുള്ളി ബാക്കി ഫിഷിങ്ങിന്റെ ബാക്കി സമയങ്ങളെല്ലാം പുള്ളി ഇത് ഇവിടെ ആയിരുന്നു ചെലവഴിച്ചോണ്ടിരുന്നത്. ക്ഷമമാണോടോ, മനസ്സിലായോ? ഇത്രയും കളക്ട് ചെയ്തിട്ട് അതെ ഇത് കണ്ടോ വേറൊരു സ്ട്രക്ചർ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചേക്കും, കുറെ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയേക്കോ. അതായത് അമ്മു വേറൊരു കാര്യങ്ങളുണ്ടടാ, ഇവിടെ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഇവർ റെന്റ് ഔട്ട് ചെയ്യും ഈവൻസിന് വേണ്ടിയിട്ട്. ഇപ്പം നമുക്ക് ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ചെറിയൊരു വെഡിങ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഈ ഡെസ്റ്റിനേഷൻ വെഡിങ് പോലെ സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ അവർ സെറ്റ് ചെയ്ത് കൊടുക്കും. കൊള്ളാം, ഒരു ഫ്രെയിം അത് മൊത്തത്തില്. നൈസ് നൈസ്. ചെറിയൊരു പാലമൊക്കെ ഉണ്ട് ഇവിടെ കണ്ടോ. ഇതൊക്കെ കപ്പൻ സോസറും തൂക്കിയിട്ടേക്കുന്ന മരത്തില്. ഈ ബ്രിഡ്ജ് കയറണം. ഒരു ബിൽഡിംഗ് നമ്മൾ കണ്ടു, ഇത് 2ാമത്തെ ബിൽഡിംഗ് ആയിരിക്കും. അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. ഇത് കുറച്ചുകൂടെ വലുതാണ്ടോ. അതിൻ്റെ മുകളിലും കുറേ കുപ്പിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഗാർഡനായിട്ട് ഇതിൻ്റെ ഇത്രയും ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത മോളാട്ടോ പുള്ളിയുടെ. എന്ന് വെച്ചാൽ ഇത് കൺസ്ട്രക്ഷൻ മാത്രമേ പുള്ളി ചെയ്തിട്ടുള്ളൂ, ബാക്കി ഔട്ട്ഡോർ എല്ലാം മോള് കാര്യങ്ങളോ ചെയ്തേക്കുന്നത്. നൈസ്. എടാ എന്തോരം ബോട്ടിൽസ് അമ്മ യൂസ് ചെയ്തേക്കുന്ന പോലെ. അല്ല എന്തോരം ബോട്ടിൽസ് അവിടെ യൂസ് ചെയ്തേക്കുന്നേ. വലിച്ച് നശിപ്പിക്കോടെ അമ്മു. ഞാൻ ഡെയിലി പറഞ്ഞേക്കുന്നുണ്ട് കേട്ടാ, 42 വർഷങ്ങൾക്ക് മുമ്പ് 25,000 ബോട്ടിൽസ് 1500 ദിവസം കൊണ്ട് ഒരാള് ചെയ്തതാണിത്. അത് വേറൊരു ജാറല്ലേ, വേറെ വലിപ്പമുള്ള ജാറ്. ഇതേ എന്തോടെ കോയിൻ കളക്ഷൻ ആണോ? അത് കോയിൻ കളക്ഷൻ്റെ ഒരു ബുക്ക്ലെറ്റ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പുള്ളി ഇടയ്ക്ക്. ഇതാണ് പുള്ളിയുടെ ഓരോ ആ ഒരു ടൈമിൽ 42 വർഷങ്ങൾക്ക് മുമ്പ് പുള്ളി ഓരോ സ്റ്റേജസാ. നമ്മൾ ഈ നിൽക്കുന്ന ബിൽഡിങ്ങിന്റെ ഓരോ സ്റ്റേജസ് ആണ് ഇത്. അടിപൊളി കേട്ടോ. ഓ നമ്മൾ നേരത്തെ കണ്ട സാധനം, നേരത്തെ കണ്ടത്. യെസ്, അടിപൊളിയേ. ഇത് കണ്ടോ, കുപ്പികൾ കൊണ്ട് കളക്ട് ചെയ്ത്
പുള്ളി ഓരോന്ന് സോർട്ട് ചെയ്തതിന് ഏറ്റവും കൂടുതൽ സമയം എടുത്തേക്കുന്ന പുള്ളിക്ക്. സത്യം. ആ ഇതൊന്ന് സോർട്ട് ചെയ്തെടുക്കാന്ന് പറയുന്നത് നമ്മൾ ചില്ലറ കാര്യമൊന്നുമല്ല അമ്മു. അതെ. ഈ കോർണറൊന്ന് നീ നോക്കിയമ്മു. അതെ എന്തുമാത്രം ഗ്ലാസ് അല്ലെ ബോട്ടിൽസാ. അതും ഗ്ലാസ് ബോട്ടിൽസ് ആണേ. ഗ്ലാസ് ബോട്ടിൽസ് ആണ്. എടാ ഇതിലിറങ്ങടാ എൻട്രൻസ്. നടുക്കൊരു വേറെ എവിടുന്ന സ്പെഷ്യലായിട്ട് കിട്ടിയതാ. സ്പെഷ്യലായിട്ടേ വേറെ എവിടുന്ന് കിട്ടിയത്. ബാക്കിൽ എന്തോ ഇതിന്റെ ഇവിടെ. ഓ ഇത് വേറൊരു ഇവിടെ ചെറിയൊരു ലൈറ്റ് ഹൗസ് പോലെ നോക്കണ്ട. ഒരു ചെറിയൊരു ലൈറ്റ് ഹൗസ് പോലെ. നടന്നേരം നോക്കട്ടെ, വ്യൂ നോക്കട്ടെ. ഓ നൈസ്, കൊള്ളാടോ. പക്ഷേ നമുക്ക് അത് കണ്ടോ ആ ഒരു ഇതുപോലെ നമുക്ക് അവിടെ എന്തെങ്കിലും പരിപാടിയൊക്കെ നടത്തണമെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. കണ്ടോ ബെഞ്ചൊക്കെ ഇട്ടിട്ടെ. ഇതെന്തോടാ സംഭവം? ഇത് മൂന്നാമത്തെ ബിൽഡിങ്ങാ. ഒരു ബാർ രൂപ കണ്ടോ സെറ്റ് ചെയ്തേക്കുന്നത്. ഏത് ബോട്ടിലാണ്? ഏത് ബ്രാൻഡ്? ബെൽസ് ബ്ലെൻഡഡ് സ്കോച്ച് വിസ്കി ആണ് സാധനം. എല്ലാം ഇത് ഉണ്ട് കേട്ടോ. പക്ഷെ കുറേയൊക്കെ ലേബിൾ പുള്ളി കളഞ്ഞാ. ഇതൊക്കെ ഗിന്നസ് ബ്ലാക്ക് ജോണി വോക്കർ ടെക്കീല റിസർവ 1800. അമ്മ ഒരു പെഗ് എടുക്കും. അത് കൊള്ളാലോ ബോട്ടില്. അത് കനേഡിയൻ ഗൂസ് ആണ്. ഇത് മറ്റേ ഗ്രേ ഗൂസ് ഇപ്പോഴത്തെ സാധനം. ഇതൊക്കെ ഇപ്പോഴത്തെ കുറേ ബോട്ടിൽസും ഉണ്ടോ പഴയതും. ഇവർ പറഞ്ഞേക്കുന്ന 1990s ബിൽഡിങ്ങിന്റെ കുറേ ഭാഗം നശിച്ചു. അതിനെ വീണ്ടും 10,000ഓളം ബോട്ടിൽസ് അവരെ ഇറക്കി അറേഞ്ച് ചെയ്ത് റീകൺസ്ട്രക്ട് ചെയ്തു വീണ്ടും ഇതിനെ. ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇങ്ങനെ. കാരണം ഇത് പൊട്ടിപ്പോകില്ലേ പെട്ടെന്ന്. എനിക്ക് തോന്നുന്നു ഈ റീകൺസ്ട്രക്ട് ചെയ്തതാണ് മോനെ ഈ കോൺക്രീറ്റിൽ പുതിയ കൺസ്ട്രക്ഷൻ വന്നേക്കുന്നത്. പഴയത് നിനക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, പഴയത് കുറേയൊക്കെ മഡാ. ഇതൊക്കെ പഴയ കൺസ്ട്രക്ഷനാണ്. വെതറിന്റെയും ക്ലൈമാറ്റിക് കണ്ടീഷൻസ് കാരണം കുറേയൊക്കെ നശിക്കുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതിനെ പിന്നെ അവർ ചെയ്ത് വണ്ടും പക്ഷെ ഗാർഡനൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എടോ നമുക്ക് ഗിഫ്റ്റ് ഷോപ്പിൽ പോയിട്ട് 3 സാധനം വാങ്ങിച്ചാലോ? ഓക്കെ ബാ. അമ്മേ എടോ എനിക്ക് ഇതൊരെണ്ണം കിട്ടിയ ഇതല്ലല്ലോ. ഇത് സാധനം അല്ല, ഇതാ ലോബ്സ്റ്റർ. എനിക്ക് ഈ ഒരു ഇത് മാഗ്നറ്റ് ആണേ. ഈ അടിയിൽ മാഗ്നറ്റ് ഉണ്ട്. പൊഞ്ചിച്ചിക്കും ചേട്ടായിക്കൂടെ ഒരെണ്ണം വാങ്ങിക്കാം. ഈ ക്രാബ് ആണോ നല്ലത്? ക്രാബ് ഒന്ന് എടുത്ത് ഒരെണ്ണം. നീ ജസ്റ്റ് ഒരെണ്ണം എടുത്ത് കൈ പിടിച്ചേ. ക്രാബ് താഴെ പോയാ. ക്രാബ് ആണോ ലോബ്സ്റ്റർ ആണോ നല്ലത്? എനിക്ക് ലോബ്സ്റ്ററാ. ചേച്ചിക്ക് ലോബ്സ്റ്റർ. അവർക്ക് ആണെങ്കിലും നമുക്കൊരു ലോബ്സ്റ്റർ എടുക്കാം. അതാ ഭംഗി കുറച്ചുകൂടി. ഓക്കെ. പിന്നെ പി ഐയുടെ ഒരു മാഗ്നറ്റ് ഇവിടെ വേണം അവിടെ. അതിനിപ്പോൾ നല്ല പറഞ്ഞാൽ അത് ഓക്കെയാണ്. പക്ഷെ പി ഐനേക്കാളും ബീച്ച് പക്ഷെ പി ഐ മെയിനായിട്ട് ഫാമിങ്ങും കുറുക്കനാണല്ലോ ഇവിടെ മെയിനായിട്ട്. ഇതിൻ്റെ ഒരു കുറുക്കില്ല അതെടുക്കാം. എന്തോ ഇത് പൊഞ്ചിച്ചിക്ക് ചേട്ടായിക്ക് രോഷ്ണിക്ക് അർച്ചന് കൊള്ളാല്ലേ. പക്ഷെ നല്ല രസമുണ്ട്. അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കും. സ്പ്രിങ് കേട്ടോ. ആരാ? പക്ഷെ അവിടെ ഒരു കുരുട്ടാഞ്ചി അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അവൻ ലീഷിലിട്ടേക്കായിരുന്നല്ലേ ആയിരിക്കാം. വണ്ടിയുടെ പുറത്തിട്ടേക്കുക. പോയാലോ? നമുക്കിനി അടുത്ത് നമുക്ക് അമ്യൂസ്മെന്റ് പാർക്കിലോട്ട് പോവാം. അപ്പോൾ സമയം എത്രയായി? പോകുന്ന വഴിക്ക് ബീച്ചുണ്ട്. ബീച്ച് കാണണോ എനിക്ക്? പൊഴിഞ്ഞ വെയിലാ. വേണമെങ്കിൽ പോവാം. ഇല്ലെങ്കിൽ നമുക്ക് നേരെ അമ്യൂസ്മെന്റ് പാർക്കിൽ പോവാം. അപ്പോൾ 6 മണിയായി. ബാ.